ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് മോൾക്ക് ഒരു പരിപ്പ് കറി വെക്കുക കേട്ടോ. പരിപ്പ് കുത്തി കാച്ചിയത് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ വെറും പരിപ്പ് കുതിർത്തിയിട്ട് വേവാനുള്ള വെള്ളം പൊഴിച്ചിട്ട് വേവിക്കുക. ഭയങ്കര ടേസ്റ്റാട്ടോ. അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വയ്ക്കുക. നമുക്ക് വേറെ എന്തെങ്കിലും കറിയുടെ സൈഡായിട്ടും കഴിക്കുക, അത് മാത്രമായിട്ടും കഴിക്കുക കേട്ടോ. അപ്പോൾ താഴത്ത് കൊടുന്ന് വെച്ചാൽ മുൻവശത്ത് വഴുതന ഉണ്ടായിരുന്നില്ല, അതിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പൊരിക്കാലോ വെച്ചിട്ട് അത് ഞാൻ പൊട്ടിച്ചിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചതാട്ടാ. അപ്പോൾ പരിപ്പൊക്കെ വെന്തുണ്ട്, അതൊക്കെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉപ്പുമാവ് വന്നിട്ടെന്ന് ഉപ്പുമാവും പപ്പടം പിന്നെ റോബസ്റ്റ് പഴമുണ്ട്. അപ്പം അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. സവോള, ഇഞ്ചി, പച്ചമുളക് ഞാൻ മറന്നിട്ടാ, പിന്നെ വേഗം പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ക്യാരറ്റും ഒക്കെ അങ്ങനെയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ റവയൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. നിങ്ങൾക്ക് പറ്റുമ്പോൾ കണ്ടാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടോ. അപ്പോഴല്ലേ നമ്മളെ വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് സേമിയ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റ് നാളേക്ക് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു രുചി തോന്നിയിട്ടാണ്. പിന്നെ ആരോ പറഞ്ഞിങ്ങനെ ചേച്ചിയുടെ ഉപ്പുമാവ് റെസിപ്പി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരുപാട് നന്ദി അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. അപ്പം ഈ പരിപ്പ് കറിയിൽ കുറച്ച് വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ചതച്ചിട്ടിട്ട് ഒന്ന് വറവിടുക, കടുക് പൊട്ടിച്ചിട്ടിട്ടാ. നല്ല സൂപ്പറാണ്. അപ്പം മുളക് വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഒന്ന് ഒരകല്ലിലിട്ടിട്ടൊന്ന് കുത്തിയിട്ടിട്ട് കൊടുത്തതാട്ടാ. അപ്പോൾ അതൊന്ന് വറവിടണം, അതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നാൽ അയില തന്നെ കേട്ടോ അന്നലെ കൊടുന്നത്. അയിലയും കൊടുക്കുന്നുണ്ട്, ചെമ്മീനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പം നാളെ മോൻ വരുമല്ലോ, അപ്പോൾ ചെമ്മീൻ ഞാൻ അവിടെ വെച്ചിട്ടാണ്. ഈ ചെമ്മീനിന് ഇപ്പം അത്ര ഒരു ഇഷ്ടം തോന്നുന്നില്ല കേട്ടാ. ഇപ്പം അയിലയും മത്തിയും ഒക്കെ തന്നെയാണ് രസമായിട്ട് തോന്നുന്നത്. അപ്പം നാളെ അതിൽ ചെമ്മീൻ വറുത്തരച്ചിട്ടൊക്കെ കറി വയ്ക്കാമല്ലോ വെച്ചിട്ട് ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ചു കേട്ടാ. അങ്ങനെ റവയൊക്കെ ഒന്ന് വെള്ളമൊക്കെ തിളച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ കുട്ടികളെ ഇന്ന് ആകെ ഒരു മൂകത അന്ധത എന്നിട്ടെന്ന്. കാരണം നമ്മളെ മറ്റേ നേത്ര പരിശോധന ക്യാമ്പിൽ പോയിട്ട് പവർ കുറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് അതിൻ്റെ ഏട്ടൻ പോകുമ്പോൾ പൊന്നാനിയിലേക്ക് കൊടുത്തയച്ചിട്ടാ. ഏട്ടൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. പോവാതെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ചീട്ടും കണ്ണാടിയും കൊണ്ടുപോയിട്ടാ. അപ്പോൾ കണ്ണാട കുറച്ചാണ്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തീരെ ഇല്ലാണ്ട് പറ്റണില്ല കേട്ടാ. അപ്പോൾ ഏട്ടൻ്റെ ഒരു പഴയ കണ്ണാടിയാണ് കേട്ടോ. അപ്പോൾ വെച്ചിട്ട് ഒരു നിഗമനത്തിൽ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തേലും എഡിറ്റിങ്ങിലൊക്കെ വല്ല പാൾട്ടുകളൊക്കെ ഉണ്ട് വെച്ചാൽ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കട്ടാ. ഒരു നിർണ്ണയത്തിൽ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ എഡിറ്റിങ്ങൊക്കെ. അപ്പോൾ എന്നിട്ട് കിട്ടൂല കേട്ടാ. അത് പിന്നെ എന്താ നാളെ വൈകുന്നേരത്തെ തരാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഏട്ടൻ്റെ ഒരു കണ്ണാട വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മളെ മറ്റേ കണ്ണാട അത്രയൊന്നും പോലും ഇതില്ല. പിന്നെ കണ്ണാട ഇല്ലാണ്ട് പറ്റണില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എൻ്റെ വലിയ ഏട്ടനുണ്ട് കണ്ണാട, മറ്റേ നമ്മളെ ദേവകി ചേച്ചിക്ക് ഉണ്ട്, അതിൻ്റെ താഴെയുള്ള ചന്ദ്രിക ചേച്ചിക്ക് കണ്ണാട ഉണ്ട്, അതിൻ്റെ താഴെയുള്ള സുലോചന ചേച്ചിക്ക് കണ്ണാട ഉണ്ട്. പിന്നെ എൻ്റെ നേരെ മൂത്ത ചേട്ടനുണ്ട് ദമാമിൽ, ഓന് കണ്ണാട ഉണ്ട്. പിന്നെ ഇപ്പം എനിക്ക് കണ്ണാട ഇല്ലാതിരിക്കില്ലല്ലോ, അപ്പോൾ എനിക്കും കണ്ണാട കേട്ടോ. അപ്പോൾ കുറേ സ്ഥിരമായിട്ട് ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ കണ്ണാട ഇല്ലാതെ നമുക്ക് വേറെ ഒന്നും പറ്റണില്ല. എന്താ വെച്ചാൽ ഈ ഫോൺ നോക്കാനായാലും ഈ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ആയാലും, അല്ലാതെ അങ്ങനെ നടക്കണേനൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല, കാഴ്ച കുറവൊന്നുമില്ല. അടുത്തേക്ക് ചെറിയൊരു ഇത് അങ്ങനെയൊക്കെ, അടുത്തേക്കും ദൂരേക്കും ചെറിയൊരു പവർ കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്ലാസ് ഒന്ന് മാറ്റണം. അപ്പം നമ്മളെ പരിപ്പ് കറി വറവിടാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് കടുക് പൊട്ടിയിട്ട് അതിൽ ഈ വെളുത്തുള്ളി ചതച്ചതൊന്ന് മൂപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് ആ സ്വാദ് കൊണ്ട് കിട്ടുക. അത് പ്രത്യേക സ്വാദ് തന്നെ കേട്ടോ. അപ്പം ഇന്നലെ അയിലക്കറി കുറച്ചായാലും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ,
അപ്പോൾ രാത്രിയാകുമ്പോഴേക്കും പിന്നെ തികഞ്ഞില്ല കേട്ടാ, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുപോലെ ഇപ്പം ഒന്നും വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പൂച്ചാൾക്കും ജോലിക്കൊക്കെ എടുക്കുന്ന കാരണം കറി പിന്നെ തികഞ്ഞില്ല കേട്ടാ. പിന്നെ വറ്റിയണ്ട് ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോഴത്തേനും കറി അങ്ങോട്ട് വറ്റി. അപ്പോൾ രാത്രി പിന്നെ മോൾക്കും പറ്റില്ലല്ലോ അയിലക്കറി. അപ്പോൾ ഞാൻ വേഗം കുറച്ച് പരിപ്പ് എടുത്ത് ഒത്തിരി തോനെ പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട്. അപ്പോൾ രാത്രി വേഗം 2 ഫിസിലടിച്ചിട്ട് ഇതേപോലെ ഒരു പരിപ്പ് കറി വെച്ച് ബാക്കി പരിപ്പ് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഏട്ടൻ പറയും എങ്ങനെയാണ് പരിപ്പ് കറി വെക്കുക, അധികം വെള്ളമില്ലാതെ ഈ ഒരു കട്ടിയിൽ വെക്കണം, അപ്പോഴാണ് ടേസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ചൂടുള്ള പിന്നെ കറി കൂട്ടിയിട്ട് നല്ല ചോറൊക്കെ കഴിച്ചത് എല്ലാവരും കേട്ടോ. അപ്പം നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ അടിയിൽ എന്തായാലും ഒന്നും ഇങ്ങനെ ഒട്ടി പിടിക്കുമല്ലോ. അപ്പോൾ ഒന്നണ്ട് അടച്ചിട്ട് 2 മിനിറ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നണ്ട് ചേർത്ത് അടി ഒന്നണ്ട് ഇളക്കി കൊടുത്താൽ ഒക്കെ ഇങ്ങനെ പൊടിയായിട്ട് അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കണ്ട ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എളുപ്പത്തിന് ഉണ്ടാക്കില്ല കേട്ടോ, ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഉപ്പുമാവല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ്. മോനും കഴിക്കും, എന്നാൽ മോന് കുറച്ചൊരു പിന്നാക്കാന്ന് മാത്രം, എന്നാലും കഴിക്കും കേട്ടാ. അപ്പം ഇന്ന് പിന്നെ മോള് ഉപ്പുമാവും പപ്പടമൊക്കെ കഴിച്ചിട്ടാ. അങ്ങനെ പൂവാരൊക്കെ അരക്കണം. അപ്പോൾ ഞാൻ വഴുതനങ്ങയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ മീനൊക്കെ എടുത്ത് വെള്ളത്തേക്ക് ഇട്ടുണ്ട്, അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ ഏട്ടനും പോവാണ്ട് യൂണിഫോമിൻ്റെയൊക്കെ പണി അത്ര കേട്ടോ. അപ്പോൾ കറിയും വറക്കും ഒക്കെ വേണം. അപ്പോൾ വേഗം മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക കേട്ടോ. ഇന്നത്തേനേക്കാളും കുറച്ചൊരു വലിപ്പമുള്ള അയിലയാണ് കേട്ടെന്ന്. അപ്പോൾ ഇത് നന്നാക്കാതിരിക്കുമ്പോൾ തന്നെ വടക്കോർന്ന് ഭയങ്കര കറച്ചിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ ഇത് ജോലിക്കൊക്കെ വേവിക്കാമെന്ന് വിചാരിച്ചു, സമ്മതിക്കണില്ല. അപ്പോൾ പിന്നെ വേഗം നന്നാക്കിയിട്ടാണ്ട് വടക്കോർത്ത് കൊണ്ടിട്ട് കൊടുത്തിട്ടാ. എങ്ങനെയാണ് ഇവർക്കൊക്കെ മീൻ യൂട്യൂബിൽ നിന്നൊക്കെ ഏതെങ്കിലും കാലത്ത് പൈസ കിട്ടിയാൽ ഒരു 2-3 കിലോ അയില മേടിച്ചിട്ട് പള്ളറച്ച് തിന്നാൻ കൊടുക്കണം എൻ്റെ പൂച്ചാൾക്ക്. അടുത്ത കാലത്തെങ്ങാനും ഉണ്ടാവുമെന്നൊന്നും ഒരു പേടിയില്ല കേട്ടോ. മീൻ എന്ന് പറഞ്ഞാൽ വിറ്റാൾ എവിടെയും മീൻ നന്നാക്കാത്ത അമ്മയ്ക്കില്ല. അവിടെയൊക്കെ പോയിരുന്നിട്ട് ഈ ഭയങ്കര കരച്ചിലാണ്. മീൻ പച്ചമീൻ കൊടുത്തില്ലെങ്കിലും മീൻ കൂട്ടി ചോറ് കൊടുക്കൂട്ടാ. അപ്പം ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. മക്കളൊരു 10-10:30 ആയതിൻ്റെ ശേഷം കേട്ടോ വലിയ കുഴപ്പമില്ലാതെ ആയത്. അപ്പം നമുക്കൊരു മുളകൊന്നും കഴുകാനുള്ളൊരു ധൈര്യം ഇല്ല കേട്ടാ. അപ്പം മുളകൊന്നും കഴുകിയില്ല. അപ്പോൾ കുറച്ച് കാശ്മീരിയുടെ പൊടി ഇതിൽ കൂടെ ചേർത്ത് പൊടിക്കുക വെച്ചിട്ടൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാനത് ഉണക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊന്ന് വെറുതെ വെയിലത്തിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്ത്, പിന്നെ മോൻ്റെ പിരികളൊക്കെ വെയിലില്ലാത്ത കാരണം കുറേ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് തിരുമ്പാനുള്ള ഞങ്ങളൊക്കെ എടുത്ത് കല്ലുമ്മ കഴുകി മറ്റൊക്കെ എടുത്ത് മെഷീനിലിട്ട് ഉണക്കി നല്ല ഉണങ്ങി കിട്ടിയിട്ടാ. അപ്പോൾ മീൻ ഒന്ന് കായം തേച്ചിട്ട് കറിയൊക്കെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. ചെറിയൊരു സവോള പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളകും 2 എണ്ണം ഇഞ്ചി ഒരു കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, അതൊക്കെ മീനും കൂടിയാണ്ട് ഇട്ടിട്ട് പുളിങ്ങ ആവശ്യത്തിനുള്ള പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ടാണ്ട് കലക്കി വെക്കുക കേട്ടോ. നല്ല രസമായി. ഈ പച്ച സവോള അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ടപ്പോഴേ കറി വഴറ്റണേക്കായ്ക്ക് അങ്ങനെ നല്ലൊരു ഇഷ്ടം തോന്നി. അങ്ങനെ കറിയൊക്കെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ജോലീനെ ഇറക്കിയിട്ടിന്ന് ജോലിക്കിന്ന് ഉപ്പുമാവൊന്നും പിന്നെ ഉണ്ടായില്ല കേട്ടാ. അല്ലെങ്കിൽ ഉപ്പുമാവ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ ഓൾ കഴിക്കും. അപ്പം ഒന്ന് ഈ കറി കണ്ടായപ്പോൾ പിന്നെ ജോലിക്കും ശേഷം ജോലി മറ്റ് അങ്ങനെ വേണമെന്നൊന്നും ഇല്ല ഓൾക്ക്. രാവിലെ പുട്ടൊക്കെ എണിച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഓൾക്ക് എന്തേലും ഇങ്ങനെ നോക്കിക്കൂട്ടാ അങ്ങനെ. അപ്പോൾ പിന്നെ അപ്പൂനും ചോറ്, ജോലിക്കും കുറേശ്ശെ ചോറ് രാവിലെ ഈ കറി ഉണ്ടായപ്പോൾ പിന്നെ അതിന് തലമീനൊക്കെ എടുത്തിട്ട് 2 ആൾക്കും ചോറൊക്കെ കൊടുത്തിട്ടാണ്. അങ്ങനെ ഞാനും ഏട്ടനൊക്കെ ചായ കുടിച്ച്. അപ്പോൾ ഒരു കപ്പ് കട്ടൻ ചായ നിർബന്ധം കേട്ടോ. അങ്ങനെ നമ്മളെ ചോറൊക്കെ വാർത്തപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. കറി ഒരു മാതിരി ഈ കറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി ഇപ്പോൾ ഒന്ന് നോക്കി
ഇനി ഒന്നും കൂടി ഉണ്ട് വെന്താൽ ഉലുവാപ്പൊടിയും വേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അണ്ട് അടച്ച് വയ്ക്കട്ടാ. നല്ല രുചിയാണ്. ഉലുവാപ്പൊടി ഒന്ന് ഇടാത്തവരൊക്കെ ഒന്ന് അയിലക്കറിയിലൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ടാ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അപ്പൂനെ തീറ്റയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നാണ്ട് വിറ്റത്തേക്ക് കെട്ടിയതാട്ടോ. അവൻ അവിടെ അങ്ങനെ കുഴിച്ച് കുഴിയാക്കി. പിന്നെ കാലൊക്കെ കഴുകി കൊടുത്തിട്ട് വേണം കൊലായത്തമ്മയ്ക്ക് കയറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. പിന്നെ കുറച്ച് നാളെ മിക്കവാറും ഒന്ന് വരും. അപ്പോൾ പോകുമ്പോൾ അവന് രാവിലെ ചായക്ക് ബ്രെഡും പഴം അങ്ങനെയൊക്കെയാണ് ഇത്ര കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് പൂരം വറപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 5 കിലോനൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര വറക്കുള്ളൂ മില്ലിൽ. അപ്പോൾ ഒരാളും കൂടിയുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ നാളെ ഒക്കെ കൊടുത്തയക്കണം. അപ്പോൾ 5 കിലോ അരിക്ക് 10 തേങ്ങ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ 2 ട്രിപ്പും കൂടി എടുക്കാമല്ലോ. അപ്പം അങ്ങനെ നാളികേരമൊക്കെ പൊടിച്ചിക്കൊന്ന് ഒക്കെ റെഡിയാക്കി വയ്ക്കണം. പിന്നെ അതിലേക്ക് ഈ ചെറിയ ഉള്ളിയും കരിഞ്ചീരകം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കരിഞ്ചീരകം അവിടെ ഉണ്ട്. ചെറിയ ഉള്ളി വാങ്ങിപ്പിക്കണം. നാളികേരമൊക്കെ പൊളിച്ച് വയ്ക്കണം. രാവിലെ നേരത്തെ തന്നെ അരിയൊക്കെ വെള്ളത്തിയിട്ടിട്ട് വാരച്ചിട്ട് അതൊക്കെ കൊടുത്തയക്കണം കേട്ടോ നാളെ. അങ്ങനെ ജനലിൻ്റെ കമ്പി ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ. ഇന്ന് എല്ലാ ജനലിൻ്റെ കമ്പി ഒക്കെ ഞാൻ പിന്നെ തുടച്ചിട്ടുണ്ട് ഉള്ളിൽ നിന്ന്. എല്ലാ ജനലിൻ്റെ ഗ്ലാസും തുടച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ജനലിൻ്റെ ഗ്ലാസ് തുടക്കി വെച്ചെങ്കിൽ നല്ല വൃത്തിയാവും ചെയ്യും. നമ്മൾ കയറി മറിയും വേണ്ട കേട്ടോ. എന്താ വെച്ചാൽ ജനലിൻ്റെ കമ്പി ഉള്ളിൽ നിന്ന് സുഖമായിട്ട് തുടച്ചെടുക്കാൻ നമുക്ക്. ഗ്ലാസ് തുടയ്ക്കാനാണ് പണി. അപ്പോൾ എല്ലാ ജനലും ഒന്ന് ഇതേപോലെ ഞാൻ തുടച്ചെടുത്തിട്ടാണ്. നല്ല വൃത്തിയാവും ഇങ്ങനെ തുടക്കി വെച്ചിങ്ങനെ കയറി മറിയും വേണ്ട. കസാലയൊക്കെ ഇട്ട് കയറിയിട്ട് അതൊന്ന് വീണിട്ട് തണ്ടലൊക്കെ മുറിയാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട. അതേപോലെ എല്ലാ ജനലും നല്ല പൊടിയും അഴുക്കും മാറാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ജനലൊക്കെ പോളിഷ് ചെയ്തിട്ട് ഇപ്പോൾ അധികമൊന്നും ആയില്ല കേട്ടോ. അത് കാരണം നമുക്ക് മരത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഗ്ലാസ്സുകളൊക്കെ എല്ലാതും തുടച്ച്. ഇന്ന് നല്ല ചൂട് കേട്ടോ. നല്ല വെയിൽ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ ക്ഷീണം വന്നു പോയി. ഈ ചൂട് ഈ മഴ പെയ്തിട്ട് പിന്നെ തെറിക്കണ ആ ഒരു വെയിലുണ്ടല്ലോ, നല്ല വടി വെട്ടി അടിക്കണ പോലെ നമ്മളിങ്ങനെ തളർന്ന് പോകട്ടാ ചൂട്. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് തുടക്കിയാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എല്ലാ ഗ്യാപ്പിലും ഒക്കെ വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കട്ടാ. അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കിടുന്നതാട്ടാ പോയിട്ട്. പണ്ട് കുട്ടൂൻ്റെ ഭയങ്കര കിണറ്റി വീണ പോലത്തെ ഒരു കരച്ചിൽ വെക്കണം. അപ്പം നോക്കി മക്കളെ എങ്ങനെ കയറിപ്പോൾ അവിടേക്ക് മേലത്തെ ജനൽപ്പുളിയുടെ മേലെ അങ്ങനെ അവിടുന്ന് ഉന്തി തള്ളി താഴത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഇരിക്കട്ടാ. ചോറിനാണ് 1 മണി 1:15 ആയിരുന്നു. ഞാൻ ഒന്ന് അവിടെ കിടന്നതാ. അപ്പോൾ സോപ്പിടാൻ ചോറിനാൻ ചോറിന് വന്നതാ. ഞാൻ പറഞ്ഞു കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ. ചോറൊക്കെ ഞാൻ തരാടാ. എന്താ തീർത്തി ഒന്ന് കെടുക്കട്ടെ. അവിടെ കുറച്ചു നേരം ഒന്ന് കെടുക്കട്ടെ കേട്ടാ. കെടുക്കട്ടെ. എന്താ കട്ടണം. ഞാൻ ഏതോ ഒരു വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒച്ചയും കേൾക്കുന്നുണ്ട് കേട്ടോ അതിലിടയ്ക്ക്. അപ്പം ഞാൻ ഓരോട് പറഞ്ഞേ കുറച്ച് നേരം അവിടെ കിടക്കടാ കുട്ടുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്നിട്ടാ. അപ്പോൾ ഈ ജനലൊക്കെ ഞാൻ തുറന്നിട്ടുണ്ടല്ലോ, അതേ കയറി വന്നതാട്ടാ. അല്ലെങ്കിൽ ഒന്നും ജനലൊക്കെ അടച്ചിടലാണ്. അങ്ങനെ ഒന്ന് പുറത്തേക്കിട്ട് ഇറങ്ങിയതാട്ടാ. എന്താണ് നല്ല മേഘമൊക്കെ, ആകാശം നീല കളറ് കേട്ടാ ആകാശമൊക്കെ. പക്ഷേ ഒരു 1 മണി 1:30 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഈ ഒരു രീതിയിൽ. പിന്നെ ഇപ്പം നമുക്ക് ഒന്നും മുളക് കഴുകി ഒന്നും ഇതാവാനൊന്നുള്ള സമയമില്ല. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നിട്ടാ. അപ്പം ഒന്നും ഇങ്ങനെ മുറ്റത്തിറങ്ങിയിട്ടൊന്നിങ്ങനെ നമ്മളെ പച്ചപ്പൊക്കെ ഒന്നും ഇങ്ങനെ പിടിച്ചതാണ് കേട്ടാ. നമ്മളെ കണ്ണാട കണ്ട് പോയ കാരണം വല്ലാത്തൊരു ഗതികേടായിട്ടാ.
എന്നിട്ട് മുളക് ഞാൻ ഒന്ന് ആ കാശ്മീരിയുടെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ചൂടാക്കാട്ടതാണ് കേട്ടോ. ഇപ്പോൾ